മനുഷ്യൻ 15 വർഷമായി അയാളുടെ കാണാതായ കുട്ടിയെ തിരഞ്ഞു നടക്കുവാണ്. 15 വർഷത്തിന് മുമ്പ് വീടിന് മുമ്പിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ പിടിച്ചു കൊണ്ടുപോകുന്നവർ കിഡ്നാപ്പ് ചെയ്തു കൊണ്ടുപോയതാണ്. അന്നു മുതൽ കുട്ടിയെ കണ്ടുപിടിക്കാൻ അവന്റെ ബൈക്കിൽ കുട്ടിയുടെ ഫോട്ടോയും വെച്ച് പോകാത്ത സ്ഥലങ്ങളില്ല. എന്നാൽ എവിടെ പോയിട്ടും ഒന്നും തന്നെ കണ്ടുപിടിച്ചില്ല. റോഡിൽ ഇയാളെ പോലെ തന്നെ ആരോ അവരുടെ കുട്ടിയെ കാണാനില്ല എന്ന പോസ്റ്റർ ഒട്ടിക്കുന്നത് കാണുകയും ആ പോസ്റ്റർ അയാൾ എടുത്തിട്ട് പോയി അതൊരു പ്രിന്റ് എടുത്ത് അതും അയാളുടെ ബൈക്കിൽ വെച്ചു. ഇപ്പോ അതേ പോസ്റ്റർ കുറെ കോപ്പി എടുത്തിട്ട് ഇയാളെ കൊണ്ട് കഴിയുന്ന അത്രയും ആ കുട്ടിയെയും ചേർത്ത് അന്വേഷിച്ചു കൊണ്ടിരിക്കുവാണ്. കാരണം 15 വർഷമായി തിരഞ്ഞു നടക്കുന്ന ഇയാൾക്ക് ബാക്കിയുള്ളവരുടെ വേദന നന്നായി മനസ്സിലാക്കാൻ പറ്റും. ചില ആളുകൾ ആ പോസ്റ്റർ വാങ്ങിയിട്ട് തുടച്ചിട്ട് വലിച്ചെറിയും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബൈക്കിൽ നല്ല സ്പീഡിൽ പോകുന്നത് കണ്ട പോലീസും അവനെ പിടിച്ച് അന്വേഷിച്ചു. അതിനുശേഷം ഇവന്റെ കഥ കേട്ടതും ഒരു ഫൈനും വാങ്ങാതെ ഇവന്റെ കയ്യിലുള്ള മാപ്പ് വാങ്ങിയിട്ട് റൂട്ട് പറഞ്ഞു കൊടുത്തയച്ചു. കുറച്ചു ദൂരം പോയതും ആ റൂട്ട് മാപ്പ് ഓപ്പൺ ചെയ്തതും അകത്ത് നിന്ന് ക്യാഷ് വീണു. ഇത് പോലീസുകാർ വെച്ചതാണെന്ന് അയാൾക്ക് മനസ്സിലായി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വഴിയിൽ ഒരു ട്രാക്ടർ ഇടിച്ച് ആക്സിഡന്റ് ആയി നല്ല പരിക്ക് പറ്റി. ബൈക്ക് നല്ല ഡാമേജ് ആയി. അപ്പോൾ ആരാണെന്ന് പോലും അറിയാത്ത ഒരു പയ്യൻ അയാളെ രക്ഷിച്ചിട്ട് അയാളുടെ ബൈക്കും ഫ്രീ ആയി റെഡിയാക്കി കൊടുത്തു. കയ്യിലുള്ള കമ്പ്യൂട്ടറിൽ സോഷ്യൽ മീഡിയയിൽ ഇയാളിട്ട പോസ്റ്റിൽ എന്തെങ്കിലും റിപ്ലൈ വന്നിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ ഏതോ ഒരുത്തൻ ഇവൻ പറഞ്ഞ അടയാളമുള്ള ഒരു പയ്യനെ കണ്ടു എന്ന് പറഞ്ഞ് ഒരു അഡ്രസ് അയച്ചിട്ടുണ്ട്. ഇയാൾ അവനെ അവിടെ പോയി നോക്കി. അവൻ പറഞ്ഞ അതേ വർഷം ഒരു പയ്യനെ അഡോപ്റ്റ് ചെയ്ത് ഒരു കുടുംബം വളർത്തിക്കൊണ്ടിരിക്കുവാണ്. ആ പയ്യന് ഇപ്പോൾ 16 വയസ്സായിട്ടുണ്ട്. ആ പയ്യനെ കണ്ടതും ഇയാൾ കുറച്ചു നേരം ഷോക്കായി നിന്നു. അവനോട് അയാൾ പഴയ പല കാര്യങ്ങളും ചോദിച്ചു. വീട്ടിലെ പെറ്റിന്റെ പേര്, അവൻക്ക് ഇഷ്ടപ്പെട്ട ടോയ്, അതിനെ കുറിച്ചൊക്കെ ചോദിച്ചു. പക്ഷെ അവൻക്കൊന്നും തന്നെ അറിയില്ലായിരുന്നു. പിന്നെ അവന്റെ കാലിലുള്ള അടയാളം ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ഇയാളുടെ പയ്യന് ഇടത്തെ കാലിൽ ഒരു മറുകുണ്ട്. ഇവൻക്ക് വലത്തെ കാലിലാണ് ഉള്ളത്. കുറെ വർഷം ആയതുകൊണ്ടും മറന്നതാണോ എന്ന് വിചാരിച്ച് ഉറപ്പിക്കാൻ വേണ്ടി ഒരു DNA ടെസ്റ്റ് എടുത്താലോ എന്ന് ചോദിച്ചതും അതിനുള്ളിൽ ആ പയ്യനെ അഡോപ്റ്റ് ചെയ്ത അമ്മ വന്ന് പയ്യനെ തിരിച്ചു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇയാൾ അടിച്ച് അവന്റെ ബൈക്കും ചേർത്ത് കടലിലേക്ക് എറിഞ്ഞു. ഇവിടെ നടക്കുന്നതെല്ലാം ഇവൻക്ക് ഫ്രീ ആയി ബൈക്ക് റെഡിയാക്കി കൊടുത്ത പയ്യനും കാണുന്നുണ്ടായിരുന്നു. കാരണം ആ പയ്യനെയും 19 വർഷത്തിന് മുമ്പ് കാണാതായതാണ്. ഇപ്പോൾ അവനും ഒറ്റക്കാണ്. അതുകൊണ്ട് ഇയാളുടെ വേദന അവനക്ക് മനസ്സിലായി. ഇയാളുടെ പിന്നാലെ അവനും ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നായി അവരുടെ ഫാമിലിയെ അന്വേഷിക്കാൻ തുടങ്ങി. ഫാമിലിയെ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്തിട്ട് ഐ ലവ് ഫാമിലി എന്ന് കമന്റ് ചെയ്യൂ.